എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുക അയക്കുന്ന ഒരു മെസ്സേജ് അത് കാക്കാഷിക്ക് കിട്ടും. ആ ഒരു സ്ക്രോളില് സാസുക എഴുതിയിരിക്കുക, ഞാനിപ്പോ ഗ്രാമത്തിലേക്കില്ല. പക്ഷേ ഗ്രാമത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം അതെനിക്ക് മനസ്സിലായി. ഞാനത് പുറത്തു നിന്ന് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഉറപ്പായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. കാക്കാഷിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. നീ ഇപ്പോഴും പുറത്തൂടെ അലഞ്ഞു നടക്കുകയാണോ? ഓക്കെ, കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്രൂവല് സാസുകയ്ക്ക് അയച്ചു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ സാസുകയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മരിച്ചുപോയ ആൾക്കാരുടെ കല്ലറയ്ക്ക് മുൻപിൽ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ച് അങ്ങനെ നിൽക്കും. സാസുക അവൻ പതിയെ അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും അവന്റെ തൊട്ടു പിന്നിലായി ആ കുഞ്ഞിപ്പെണ്ണും നവാക്കിയും അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് ഓടി വരിക. അതിലാ കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ സാസുകയെ വിളിക്കും. സാസുക, നിങ്ങൾ ആ ഉച്ചിയ ക്ലാനിലെ മെമ്പറല്ലേ? ഉച്ചിയ ക്ലാനിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള്. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളിപ്പോ പോകുന്നത് ഇതിനെല്ലാം കാരണക്കാരായ ആ കള്ളക്കൂട്ടത്തെ അവരെ കണ്ടുപിടിക്കാനല്ലേ? ഞങ്ങളും അതിനുവേണ്ടി നിന്റെ കൂടെ തന്നെ വരും. ഞങ്ങൾക്ക് ഗ്രാൻഡ്പയുടെ മകള് അവൾ ഒത്തിരി പ്രിയപ്പെട്ടവളായിരുന്നു. അവളെ കൊന്നവരെ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ സാസുകയെ ഫോളോ ചെയ്യും. ഇവിടെ സാസുകയാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ട് നടക്കും. അപ്പ കുഞ്ഞിപ്പെണ്ണ് സാസുകയുടെ ഡ്രസ്സിൽ കയറി പിടിച്ച് അവനെ അവിടെ വലിച്ചു നിർത്തും. ഉടനെ സാസുക അവളെ തിരിഞ്ഞു നോക്കും. അവള് പറയും, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കഴിഞ്ഞും മൂത്ത പെൺകുട്ടിയല്ലേ? അത് കേട്ട് സാസുക ഷോക്കാവും. എന്നെ കഴിഞ്ഞും വലിയ പെൺകുട്ടിയോ? ഇവൾ എന്തായി പറയണേ? അപ്പോഴായിരിക്കും നവാക്കി അവൻ എന്തോ ഒരു കാര്യം സാസുകയുടെ ചെവിയിൽ പറയാ. സാസുക ഡബിൾ ഷോക്കാവും. അപ്പ പെൺകുട്ടി പറയും, ഒരിക്കലും ഒരാളുടെ ലുക്ക് വെച്ച് അവരെ വിധി എഴുതരുത്. ആ ഒരു വാക്ക് കേൾക്കുമ്പോ സാസുകയ്ക്ക് ഓർമ്മ വരിക ഹിറ്റാച്ചി ആയിരിക്കും. അവൻ പതിയെ ഹിറ്റാച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങള് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം അങ്ങനെ എല്ലാം തന്നെ ഓർത്തെടുക്കും. അവൻ അതൊക്കെ ആലോചിച്ച് ആ ടെൻഷനില് ഇപ്പൊ വീണ്ടും മുൻപോട്ട് നടക്കും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നിർത്താതെ സാസുകയെ വിളിച്ചുകൊണ്ടേയിരിക്കും. സാസുക, നീ ഇപ്പൊ പോകുന്നത് ലീഫ് വില്ലേജിലേക്കാണോ? നശിച്ചു പോയ നിങ്ങളുടെ ക്ലാൻ അത് നീ റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് കേട്ട് നവാക്കി, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സാസുകയെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അതിന് അവൾ ചോദിക്കും, നീ അവന്റെ സൈഡാണോ അതോ എന്റെ സൈഡാണോ? അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവർ മൂന്ന് പേരും ഇപ്പൊ ഒരു ഭാഗത്തേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ വീണ്ടും ചോദിക്കും, നീ ആ ഗോഷി ഗ്യാങ് അവരെ കണ്ടെത്താനല്ലേ ഇപ്പൊ ഇങ്ങനെ യാത്ര തുടരുന്നത്? പക്ഷെ അവരെവിടെയുള്ളതെന്ന് നിനക്കറിയോ? അതിന് സാസുക പറയും, അതെ, അവരെ തേടി തന്നെയാണ് ഞാനിപ്പോ പോകുന്നത്. അവർക്ക് ആ ഗംഗൈ പവറുണ്ട്. സോ ഓൾമോസ്റ്റ് അവരെവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് വീണ്ടും അവർ യാത്ര തുടരും. അങ്ങനെ അവർ നടന്ന് ഒരു ഗുഹയുടെ മുൻപിലെത്തും. ഗുഹയുടെ മുൻപിലായി യാമുട്ടോ സെൻസായിക്ക് സാസുകയെ കാണുമ്പോൾ തന്നെ ആരാണെന്ന് മനസ്സിലാവും. യാമുട്ടോ സെൻസായി ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? ആ ഒറോച്ചിമാറു അവനെ കാണാനാണോ? അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒറോച്ചിമാറുവിനെ കാണാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അപ്പോഴായിരിക്കും സാസുക പറയുക, ഒറോച്ചിമാറുവിന് മാത്രമേ ഇപ്പൊ നടക്കുന്ന ഈ ഒരു വലിയ പ്രശ്നം അതിനെക്കുറിച്ച് പറയാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയൂ. ഞാൻ ആക്ച്വലി 6th ഹോക്കാഗ സാക്ഷാൽ കാക്കാഷി അദ്ദേഹത്തിന് പെർമിഷൻ വാങ്ങിയാണ് ഇവിടേക്ക് വന്നത്. അത് കേട്ട് യാമുട്ടോ സെൻസായി പറയും, അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിനക്ക് അകത്തേക്ക് പോവാം. ഞാൻ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട്സ് അത് കാക്കാഷി അറിയിക്കാന്ന് പറഞ്ഞ് യാമുട്ടോ സെൻസായി ആണെങ്കിൽ അവർക്ക് ഗുഹയ്ക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സാസുക അവൻ ഒറോച്ചിമാറുവെ കാണും. സാസുക ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, നിനക്ക് ആ ഹ്യൂഷി ടീം അവരെ കുറിച്ച് അറിയോ? അതിന് ഒറോച്ചിമാറു പറയും, ഫ്യൂഷൻ ഒരു ഗ്യാങ് അല്ല, മറിച്ച് ഒരാളാണ്. അവനൊരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ആക്ച്വലി എന്താ ചെയ്യുക, എവിടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല. അവന് ഗംഗൈ പവറുണ്ട്. അവനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്നെ കഴിഞ്ഞും കൂടുതൽ ഹൈഡ് ഔട്ട് അവനുണ്ട്. അതിന് സാസുക പറയും, എനിക്കുറപ്പാണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒറോച്ചിമാറു ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ സഹായം അഭ്യർത്ഥിച്ചു വന്നത്. അത് കേട്ട് ഒറോച്ചിമാറു ചിരിക്കും. ഒറോച്ചിമാറു പറയും,
അവൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവനെ ഇവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ഒരല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവനിപ്പോ അകത്തേക്ക് പോകും. അത് കണ്ട കുഞ്ഞിപ്പെണ്ണ് അവള് സാസുകയെ പിടിച്ചു വലിക്കും. അവള് പറയും, അയ്യോ വേണ്ട വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എനിക്ക് ഒറോച്ചിമാറുവിനെ ഭയങ്കര പേടിയാണ്. അടുത്ത സെക്കൻഡ് അവിടേക്ക് കരീനയും സുഗട്സുവും ജൂഗോയും അവര് 3 പേരും ഓടിയെത്തും. ആ കുഞ്ഞിപ്പെണ്ണ് അവള് സാസുകയെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോ കരീനയ്ക്ക് തീരെ ഇഷ്ടാവില്ല. അവൾ ഫുൾ കലിപ്പില് ഇപ്പൊ സാസുകയോട് ചോദിക്കും, ഇവൾ ആരാണ്? ഇവളാണോ നിന്റെ പുതിയ ഗേൾഫ്രണ്ട്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ അവിടെ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവളിപ്പോ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ഉടനെ ജൂഗോ ചോദിക്കും, സാസുക നീ ഇപ്പോഴും നിന്റെ ട്രാവലിൽ തന്നെയാണോ? പിന്നീട് ഇതുവരെ നീ ലീഫ് വില്ലേജിലേക്ക് മടങ്ങിപ്പോയില്ലേ? അതിന് സാസുക പറയും, ഇല്ല, ഞാനിപ്പോഴും എന്റെ ട്രാവലിൽ തന്നെയാണെന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കും. ഉടനെ ഒറോച്ചിമാറു അവനിപ്പോ അവിടേക്ക് വരും. ഒറോച്ചിമാറു കൈതട്ടി സാസുകെ അകത്തേക്ക് വിളിക്കും. എല്ലാം റെഡിയാണ്, ഇനി നീ കൂടെ അകത്തേക്ക് വരേണ്ട താമസം അത് മാത്രമേ ഉള്ളൂ. ഉടനെ സാസുക മറ്റൊന്നും ചിന്തിക്കാതെ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ കൂടെ അകത്തേക്ക് പോവും. അത് കണ്ട കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ ഡോർ തുറന്ന് ഇപ്പൊ പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കരീന, സുഗട്സു, ജൂഗോ അവര് 3 പേരും ഇപ്പൊ സാസുകയെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സാസുക ഇപ്പോഴും അവന്റെ ജീവൻ അത് ഷിനോബി വേൾഡിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇനിയും ഷിനോബികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അവൻ ഇത്തരത്തില് ഗ്രാമം പോലും വിട്ട് ഓരോ നാടുകളിലൂടെ അലഞ്ഞു നടക്കുന്നത്. എന്നിട്ട് ഈ സമയത്ത് പോലും ഇങ്ങനെയൊരു പ്രശ്നം അതുണ്ടായല്ലോ. കട്ട് ചെയ്ത ഒറോച്ചിമാറു അവനിപ്പോ സാസുകയോട് പറയും, എല്ലാം കഴിഞ്ഞ് നീ ഇപ്പൊ ഒറ്റയ്ക്കായല്ലേ? അതിന് സാസുക പറയും, അല്ലല്ലോ, എന്റെ പിന്നില് ഇപ്പോ ലീഫ് വില്ലേജ് തന്നെ ഉണ്ട്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പുറകിലേക്ക് നോക്കാൻ പറയും. അപ്പോഴായിരിക്കും അവരുടെ ബോട്ടിന് പിന്നാലെ യാമുട്ടോ സെൻസായും കുറച്ച് ഷിനോബികളും ചേർന്ന് അവരെ ഫോളോ ചെയ്ത് വരുന്നത് ഒറോച്ചിമാറു കാണുക. ഇവിടെ ഒറോച്ചിമാറു ആണെങ്കിൽ അവൻ വീണ്ടും പറയും, സാസുക നീ ഹിറ്റാച്ചി ഉച്ചിഹ പവറിനെ ഇപ്പോഴും നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നിനക്കിപ്പോ കബൂട്ടയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അവൻ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് തിരികെ അവന്റെ ഓർഫനേജിലേക്ക് പോയി അവിടെയുള്ള കുട്ടികൾക്കും രക്ഷാധികാരികൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നിന്റെ മനസ്സിൽ നിന്ന് മുഴുവനായിട്ടും ആ പഴയ ഡാർക്ക്നെസ് അത് മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? എനിക്കും കബൂട്ടോയ്ക്കും നിനക്കും നമുക്ക് 3 പേർക്കും ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ ദൂരത്തായി ഒരു പ്രദേശം കാണും. ഉടനെ അവരെല്ലാവരും ഇപ്പൊ അവിടേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടം. അതിന്റെ ഒത്ത നടുക്കായിട്ട് ഒരുത്തൻ വമ്പൻ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ഇപ്പൊ ഡാൻസും ആട്ടവും പാട്ടും ഒക്കെ തുടങ്ങും. അതിനുശേഷം വീണ്ടും ആ ആങ്കർ ആളിപ്പോ ഒരു ഗെയിമിനെ കുറിച്ച് അനൗൺസ് ചെയ്യും. ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് അത് പറഞ്ഞു തീരുമ്പോ തന്നെ 2 പേര് ഗെയിം കളിക്കാൻ തയ്യാറായി ഇപ്പൊ പ്ലേ ഗ്രൗണ്ടിലേക്ക് വരും. ഉടനെ അവർ 2 പേരും ലൈറ്റ്നിങ് പവർ ഒക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. സാസുവയ്ക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടാവില്ല. അവൻ ദേഷ്യപ്പെട്ടു പറയും, നീ ഇത് കാണാനാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? എനിക്ക് കാണേണ്ടത് ആ യൂഷരിയാണ്. അതിന് ഒറോച്ചിമാറു അവൻ പറയും, അത്ര എളുപ്പമൊന്നും അവനെ കാണാൻ കഴിയില്ല, വെയിറ്റ് ചെയ്യേ, അവൻ താനെ ഇവിടേക്ക് എത്തും. അവരങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഇപ്പൊ 2 പേരും ഫൈറ്റ് ചെയ്ത് അതിലൊരാൾ ജയിക്കും. അവിടെ വിജയത്തിന്റെ ആരവം അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. തോറ്റുപോയവനാണെങ്കിൽ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് നിലത്താഞ്ഞടിക്കും. സാസുവയ്ക്കാണെങ്കിൽ അത് കണ്ട് നിൽക്കാനാവില്ല. അവൻ വല്ലാതെ ടെൻഷനായി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരും. അതേസമയം ആ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ ആ ഫൈറ്റിൽ തോറ്റുപോയതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കും. അത് കണ്ട് സാസുക അവൻ വണ്ടറടിച്ച് അവളെ തന്നെ നോക്കുകയാണ്. ഉടനെ നൊവാക്കി അവനാണെങ്കിൽ അവളെയും കൂട്ടി പുറത്തേക്ക് പോവും. ഒറോച്ചിമാറു പറയും, ഈ കുഞ്ഞിപ്പെണ്ണ് അവൾ ഇത്രയും സെൻസിറ്റീവ് ആണോ? അപ്പോഴായിരിക്കും സാസുക പറയുക, അവള് കുഞ്ഞിപ്പെണ്ണൊന്നും അല്ല, അവൾക്ക് എന്നെ കഴിഞ്ഞും പ്രായം കൂടുതലാണ്. കട്ട് ചെയ്താ ഇവിടെ വീണ്ടും മത്സരത്തിനുള്ള വിളംബരം മുഴങ്ങാനായിട്ട് തുടങ്ങും. അടുത്തതായിട്ട് ഫൈനൽ മത്സരമാണ്. ഒറോച്ചിമാറു പറയും, ഇതിൽ മത്സരിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അസിസ്റ്റന്റ് ആണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ സാസുക. സാസുകയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നീ എന്താ പറയണേ? ഞാൻ മത്സരിക്കാനോ? എന്നെ കൊണ്ട് പറ്റില്ല. അതിന് ഒറോച്ചിമാറു പറയും, ഇപ്പൊ നീ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. കാര്യം പിടികിട്ടിയ സാസുക അവനിപ്പോ ഫൈറ്റ് ചെയ്യാൻ ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറാവും. ഒറോച്ചിമാറു വീണ്ടും പറയും, നീ ഈ മാച്ചിൽ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ID കാർഡ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവൻ വരും. അവിടെ വെച്ച് നിനക്കവനെ പിടിക്കാം. അടുത്ത സെക്കൻഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണന്റ് ആണെങ്കിൽ വേപ്പറൊക്കെ വെച്ച് സാസുകയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവൻ ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. പ്രസിഡന്റ് മാക്കിമി ആളിപ്പോ മുകളിൽ നിന്ന്
താഴേക്ക് വീഴും. ആളുടെ കണ്ണൊക്കെ ചുമന്ന് ഇപ്പൊ മുഖത്ത് ഒരു പരുക്ക് പറ്റും. ആളെ കണ്ട് സാസുക ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.